ത്തിലേക്ക് നവകേരള സദസ്സിൽ സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം പ്രഖ്യാപിച്ചു. ക്രമസമാധാന പാലനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ളവർക്കാണ് സമ്മാനം. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറാണ് സമ്മാനം പ്രഖ്യാപിച്ചത്. അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. അനന്തൻ, പ്രത്യേക രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി മാതൃകയായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മറ്റ് അംഗരക്ഷകരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ സമ്മാനത്തിന് അർഹരുടെ പട്ടികയിലുണ്ടോ? എന്താണ് ഈ യാത്ര കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു ഗുഡ് സർവീസ് എൻട്രി അടക്കം അത് ഏതൊക്കെ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് ADGPയുടെ ഈ പ്രഖ്യാപനം വരുന്നത്? പ്രജീഷ്, സാധാരണഗതിയിൽ കഠിനമായ പ്രയത്നം വേണ്ടിവരുന്ന അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസാധാരണ സാഹചര്യങ്ങൾ, മികച്ച രീതിയിലുള്ള കുറ്റാന്വേഷണം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് പോലീസിന് ഈ ഗുഡ് സർവീസ് എൻട്രി പോലുള്ള പ്രധാനപ്പെട്ട ഒരു ആദരം അല്ലെങ്കിൽ സമ്മാനം നൽകുന്നത്. സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ശബരിമല പോലെ, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ വലിയ ശബരിമല സീസണൊക്കെ തിരക്കേറിയ ശബരിമല സീസൺ മകരവിളക്കൊക്കെ കഴിയുമ്പോൾ ആ സ്ഥലത്ത് ജോലി ചെയ്ത ഉദ്യോഗസ്ഥർക്കൊക്കെ ഇങ്ങനെ ഗുഡ് സർവീസ് എൻട്രി നൽകാറുണ്ട്. ആ ഗണത്തിലേക്കാണ് ഇപ്പോൾ നവകേരള സദസ്സിനെയും ADGP MR അജിത്കുമാർ പെടുത്തിയിരിക്കുന്നത്. നവകേരള സദസ്സിന് സുരക്ഷയൊരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനാണ് ADGP ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. മികച്ച പ്രവർത്തനം, ഈ നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കുന്നതിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത് സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ IG റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരെ ഈ ഗുഡ് സർവീസ് എൻട്രിക്ക് വേണ്ടി പരിഗണിക്കാനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നവകേരള സദസ്സിൻ്റെ യാത്ര. പലയിടത്തും വലിയ സംഘർഷമായിരുന്നു. മാത്രമല്ല, പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ അവരെ കായികമായി നേരിടുന്ന അല്ലെങ്കിൽ നടപടിക്രമം മറന്നുകൊണ്ട് ഇടപെടുന്ന ഗൺമാന്മാരെയും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പോലീസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വലിയ വിമർശനമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. ആ രീതിയിൽ ഒരു ഭാഗത്ത് പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള വിമർശനം നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് കേരള പോലീസ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന കാലമാണ് ഈ പ്രത്യേക ഒരു കീഴ്വഴക്കം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗുഡ് സർവീസ് എൻട്രി അതിൻ്റെ ആ ഒരു ക്രമമുണ്ട്. അതൊക്കെ മാറ്റിമറിച്ച് പുതിയ ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുമ്പോൾ എന്തായാലും ADGP തലത്തിലുള്ള നിന്ന് വരുന്നത് മാത്രമായിരിക്കില്ലല്ലോ. മുകളിൽ നിന്നൊക്കെ സ്വാഭാവികമായും അങ്ങനെയുള്ള മാതൃകാപരമായ ഇടപെടലൊക്കെ ഉണ്ടായി കാണുമല്ലോ. തീർച്ചയായും പ്രജീഷ്, ഏതായാലും ഇതൊരു ഒരു ശ്രദ്ധേയമായ നീക്കമാണ്. കാരണം നമ്മൾ ഈ നവകേരള സദസ്സിന് പോലീസ് സുരക്ഷ ഒരുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ കണ്ടതാണ്. പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് DYFI CPM പ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പല ഘട്ടങ്ങളിലും പ്രതിഷേധമുണ്ടാകുമ്പോൾ അത് തടയേണ്ട ചുമതല പോലീസിനാണ് സാധാരണഗതിയിൽ. പക്ഷേ പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പോലീസ് തടഞ്ഞു വെച്ച് നിർത്തിയിരിക്കുന്ന പ്രതിപക്ഷ സംഘടനകളിൽപ്പെട്ട പ്രവർത്തകരെ പോലീസിനെ അനങ്ങാപ്പാറയാക്കിക്കൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന കാഴ്ചയൊക്കെ കണ്ടതാണ്. അപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിന് സൗകര്യം ഒരുക്കി കൊടുത്ത പോലീസുകാർക്കുമൊക്കെ ഈ ഗുഡ് സർവീസ് സെന്റർ ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്. പ്രജീഷ്, തീർച്ചയായും